ഓ എന്ത് ചെയ്യാനാ? പിന്നെ ഇവിടെയുള്ള എല്ലാ ആവശ്യത്തിനും നമ്മൾ തന്നെ വേണ്ടേ? വോ 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 വോ. ആഹാ ഇത് അവിടുന്ന് ഞാനൊന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടാ പോയെ. അത് ഇതുവരെ മാറ്റി വെച്ചില്ലയോ? ഒരു വക പറഞ്ഞാ കേക്കത്തില്ല. കണ്ടോ കണ്ടോ എല്ലാം വലിച്ചു വാരി കണ്ടോ. നേരാമണ്ണം ഒന്ന് പറക്കി വെച്ചിട്ട് പോലുമില്ല. ഒരു വക പറഞ്ഞാ കേക്കത്തില്ല. എന്തോ ചെയ്യാനാ? എന്തോന്നോ ഇത്? ഇങ്ങനെയാണെങ്കിൽ ശരിയാവൂലേ? നമ്മള് ബ്രേക്കപ്പ് ആവൂേ? ഇങ്ങനെയാണെങ്കിലേ ഞാനും നീയും കൂടെ ബ്രേക്കപ്പ് ആവും. എന്തോന്ന് അല്ല എന്താ നിന്നോട് ഞാൻ എന്തുവായിരുന്നു പറഞ്ഞേ? വെട്ടി അടിക്ക് എല്ലാം പറക്കി മൂലക്ക് വെക്കേ. എന്നിട്ട് ചെയ്തായിരുന്നോ? മൂലക്ക് വെച്ചല്ലോ. ഇവിടെ ഒന്ന് വെക്കാൻ പറഞ്ഞേ. അല്ല ഇവിടെ എവിടെ വെക്കേ? മൂലക്ക് കൊണ്ട് വെക്കടാ. വെക്കാം വെക്കാം മൂലക്ക് വെക്കാം വെക്കാം. കൊണ്ട് വെക്കടാ. ഇപ്പൊ തന്നെ വെക്കണോ? അത് ഇപ്പം ചേച്ചി ചുമ്മാ അതെന്തിനും ഒരു കാര്യമില്ല ഇരിക്കുമല്ലോ. ലച്ചാച്ചേ ഒന്ന് വന്നേ, ഒന്ന് വന്നേ. എന്താ അപ്പാ ചേച്ചി ഉണ്ട്. അപ്പൊ ചേച്ചി നമുക്ക് ഒരുമിച്ച് ഞങ്ങൾ ചെയ്തോളാം. എന്ത് ചെയ്യാൻ? നമുക്കിതെല്ലാം കൂടെ അടുക്കി പറക്കി വെക്കണ്ടേ? അതാവുമ്പോ അവര് വരുമ്പോ കൊടുത്തു വിടാമല്ലോ. അവര് വരുമല്ലോ അല്ലേ? വന്നില്ലെങ്കിലോ? ഇവിടെ തന്നെ ഇരുന്നോട്ടെന്നോ? അല്ല അങ്ങനെയല്ല, നമുക്ക് റെഡിയാക്കാം. കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെക്കടാ. ഇതേണ്ട ഇത് കണ്ടോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടാന്നോ പോയ എല്ലാം വൃത്തിയായിട്ട് അവിടെ കൊണ്ട് വെക്കണമെന്ന്. മര്യാദയ്ക്ക് ഒട്ടിച്ചിട്ട് പോലും ഇല്ലത്. ഓട്ടിക്കാൻ തേപ്പ് ഞാൻ എടുക്കും. ഇത് ചിരിക്കുന്നേ? പിള്ളേരെന്തേ? എന്നോടാണോ ചോദിക്കുന്നത് പിള്ളേരെന്തിയെന്ന്? ടേപ്പ് ഉണ്ടാമോ? നമുക്ക് ടേപ്പ് ഇട്ട് ടേപ്പാം. അല്ലേ ചേച്ചി? ചേച്ചി പോട്ടെ, അത് എന്തെങ്കിലും എടുത്തില്ല. അല്ല പോണ്ട പോണ്ട പോണ്ട. ഒന്നേ അതെടുത്ത് അങ്ങോട്ട് നീക്കിച്ചേ. അമ്മൂമ്മ ഒന്ന് മാറിക്കൂ. നീ അവിടെ വെക്ക. അവൻ തന്നെ ചെയ്താ മതി. അമ്മായിയെ അവിടെ ഒരു പണി എടുക്കാതെ വെറുതെ ഇരിക്കുക. അമ്മായിനെ വിളിക്കാം. അമ്മായിയെ, അമ്മായി എന്താ എന്നെ കൊണ്ട് പണി എടുപ്പിക്കുക. എന്തൊരു ഉത്സാഹം എല്ലാവർക്കും. ഇതൊന്ന് ഒട്ടിക്കാൻ സഹായിക്കണേ. സഹായിക്കും. ഞാൻ അറിയാത്തന്നെ ചോദിക്കുകയാണ്. അവരൊന്നും എടുത്തോണ്ട് പോയില്ലേ? നമ്മളൊന്നും കിടന്ന് കഷ്ടപ്പെടുന്നേ. അതെ, ഈ അമ്മയ്ക്ക് അമ്മ വിചാരിക്കുന്ന സമയത്ത് എല്ലാം ചെയ്യണം. അമ്മൂമ്മയ്ക്ക് ചില സമയത്ത് അമ്മായിയുടെ സ്വഭാവമാണ്. കറക്റ്റായിട്ട് എങ്ങനെ ഒത്തു വന്ന് രണ്ടുപേരും കൂടെ? പറയല്ല, അമ്മൂമ്മ പോലത്തെ ഒരു നല്ല അമ്മൂമ്മയെ നമ്മള് കിട്ടണമെങ്കിൽ സത്യം പറയല്ലോ നമ്മള് പുണ്യം. അമ്മൂമ്മ പറയണ കാര്യങ്ങളൊക്കെ എന്ത് കറക്റ്റാണ്. അതെ അതെ. അയ്യോ മോനെ കേശവ, അമ്മൂമ്മ ഈ പെട്ടിയൊക്കെ എടുത്താ മൂലയ്ക്ക് കൊണ്ടുവെക്ക്. വെച്ചു. ചേച്ചി വെക്കി. തൊടരുത്, ആരും തൊടരുത്. അവൻ തന്നെ കൊണ്ടുവയ്ക്കണം. എന്നാ പിന്നെ ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ തന്നെ വെക്ക. തുറട്ടിച്ചിട്ട് പോരെ. അല്ല അമ്മൂമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തു വിടുന്ന സാധനങ്ങളാണല്ലോ. അതെ. ഇത് നമ്മൾ എന്തിനാണെങ്കിലും അലുവ പൊതിയും പോലെ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തു വിടണം? എടാ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞത് വൃത്തിയായിട്ട് പൊതിഞ്ഞു കെട്ടിയൊക്കെ തരുവാണെങ്കിൽ കൊണ്ടുപോകാമെന്ന്. അവർക്കതെന്തിന്? എടാ അവരെന്തെങ്കിലും ചെയ്തിട്ട് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയുന്നേ? ചിലപ്പം അവര് നല്ലപോലെ കഴുകി ഉണക്കി തേച്ച് വീണ്ടും കടയിൽ കൊണ്ട് കൊടുത്ത് വിൽക്കും. തുണിയോ? എളുപ്പം ചെയ്യേ. കുമ്പലത്തെ പോലെ കാണാൻ കാണിക്കുവാണെങ്കിൽ ഇല്ല, ഞാൻ ദാ ഇവിടെ തന്നെ വെച്ചേക്കാം. മോശം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പൊ എന്തൊരു ചെയ്യേ? ഇതെല്ലാം അടുത്ത് അവിടെ വെക്കാം. അതാവുമ്പോ അവർക്ക് കേട്ട എളുപ്പമാണ്. അമ്മടി നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അവിടെ ചെയ്യുന്ന അതാ അടുത്തത്. എന്ത് വെയിറ്റ് ചെയ്ത്? കഷ്ടപ്പാട് തന്നെ. ഞാനാ ഇവിടെ കൊണ്ടുപോയി. അപ്പ കഴിഞ്ഞല്ല. ഇനി അവന്മാര് വരുന്നു, വണ്ടി കയറ്റുന്നു, കൊണ്ടുപോകുന്നു.